ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2026 റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. ഇതിനു മുമ്പുള്ള 3 വീഡിയോസിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. നമ്മുടെ എല്ലാ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ബോണസ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. ഇതാണ് ബോണസ് ക്വസ്റ്റ്യൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇതുപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് നമ്മുടെ കഴിഞ്ഞ റിപ്പബ്ലിക് ദിന ക്വിസ് വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ഇതിൻ്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയാണ്. കുറേ കുട്ടികൾ ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നു. ഇനി ആരൊക്കെയാണ് സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സായി സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നവർ ജുവാന ഷിൻഡോ, ഹൃഷിക സുഭാഷ്, അതുൽ, അമയ, നിരഞ്ജൻ, ശിവഗംഗ, ഹൃദുൽ, ആരാധ്യ, നവദിൽ, സൂര്യനാരായണൻ എസ്, സൽമാനുൽ ഫരീസി PS, ദേവനാഥ്, അദ്വൈത് MA, സുഗുണൻ PP, മിത്തു. ഇത്രയും പേരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ്. ഇതേപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനവും നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ദേശീയ നദിയായി ഗംഗയെ അംഗീകരിച്ച വർഷം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ് എന്നറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പഠിക്കുക. നാഷണൽ റിവർ ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ്. അപ്പോൾ ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി അംഗീകരിച്ച വർഷമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 2008. വീഡിയോയിലെ രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏത്? നമ്മൾ നേരത്തെ ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗംഗ ഡോൾഫിനാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഗംഗ ഡോൾഫിൻ. വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യം: ത്രിവർണ്ണ പതാകയുടെ ധർമ്മചക്രം സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം ഉത്തർപ്രദേശിലെ സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന്. അതായത് ഈ ഒരു അശോക സ്തംഭത്തിൽ നിന്നാണ് ത്രിവർണ്ണ പതാകയുടെ ധർമ്മചക്രം സ്വീകരിച്ചിരിക്കുന്നത്. നാലാമത്തെ ചോദ്യം റിപ്പബ്ലിക് പരേഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന പാതയുടെ ദൂരം എത്രയാണ്? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. 8.2 കിലോമീറ്റർ ആണ് ഉത്തരം. റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന പാതയുടെ ദൂരമാണ്, പാതയുടെ നീളമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 8.2 കിലോമീറ്റർ. വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യം: 1931 മുതൽ 1947 വരെ ത്രിവർണ്ണ പതാകയുടെ മധ്യത്തിൽ അശോക ചക്രത്തിന് പകരം എന്തായിരുന്നു? ഉത്തരം ചർക്ക. അതായത് ഇപ്പോൾ നമ്മുടെ ദേശീയ പതാകയിൽ മധ്യത്തിൽ എന്താണുള്ളത്? അശോക ചക്രമാണ്. എന്നാൽ അതിനു മുമ്പ് 1931 മുതൽ 1947 വരെ, അതായത് നമ്മുടെ ഈ ഒരു പുതിയ പതാക വരുന്നത് വരെ അശോക ചക്രത്തിന് പകരം നമ്മുടെ ദേശീയ പതാകയുടെ മധ്യത്തിൽ ചർക്കയുടെ ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വീഡിയോയിലെ ആറാമത്തെ ചോദ്യം: ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നതും അതിനുശേഷം പിന്നീട് നീക്കം ചെയ്തതുമായ മൗലികാവകാശം ഏതാണ്?
ഉത്തരം സ്വത്തവകാശം. അതായത് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു മൗലിക അവകാശമാണ് ഈ സ്വത്തവകാശം എന്ന് പറയുന്നത്. ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു ഇത്. എന്നാൽ അതിനുശേഷം ഭരണഘടന നിലവിൽ വന്ന ശേഷം പിന്നീട് നീക്കം ചെയ്തതുമായ ഒരു മൗലിക അവകാശമാണ് സ്വത്തവകാശം എന്ന് പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, ഓർത്തിരിക്കുക. വീഡിയോയിലെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പ്രൊജക്റ്റ് ടൈഗർ നടപ്പിലാക്കിയ വർഷം ഏതാണ്? പ്രൊജക്റ്റ് ടൈഗർ നടപ്പിലാക്കിയ വർഷം. ഉത്തരം 1973. പ്രൊജക്റ്റ് ടൈഗർ നടപ്പിലാക്കിയ വർഷം 1973. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് എവിടെയാണ്? റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് എവിടെ? ഉത്തരം ഡൽഹിയിലെ രാജ്പത്തിൽ. അതായത് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് ഡൽഹിയിലെ രാജ്പത്തിലാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. LP UP ലെവലിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. വീഡിയോയിലെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പ്, അതായത് ഒറിജിനൽ കോപ്പി സൂക്ഷിച്ചിരിക്കുന്നത് എവിടെ? ഉത്തരം പാർലമെൻറ്റിലെ ലൈബ്രറിയിൽ. അതായത് നമ്മുടെ പാർലമെൻറ്റിലെ ലൈബ്രറിയിലാണ് ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. റിപ്പബ്ലിക് ദിന പരേഡ് അവസാനിക്കുന്നത് എവിടെയാണ്? റിപ്പബ്ലിക് ദിന പരേഡിനെ പറ്റിയുള്ള കുറച്ചധികം ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലും കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിലും ചർച്ച ചെയ്തിരുന്നു. ഇത് പുതിയൊരു ചോദ്യമാണ്. റിപ്പബ്ലിക് ദിന പരേഡ് അവസാനിക്കുന്നത് എവിടെ? ഉത്തരം ഇന്ത്യ ഗേറ്റിൽ വെച്ച്. അതായത് റിപ്പബ്ലിക് ദിന പരേഡ് അവസാനിക്കുന്നത് ഇന്ത്യ ഗേറ്റിൽ വെച്ചാണ്. മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, ഓർത്തിരിക്കുക. അടുത്തതും നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. എത്ര ദിവസം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്? ഉത്തരം 2 വർഷം 11 മാസം 18 ദിവസം. അതായത് എത്ര ദിവസം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്? 2 വർഷം 11 മാസം 18 ദിവസം. വീഡിയോയിലെ 12ാമത്തെ ചോദ്യം. ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. നമ്മുടെ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. വീഡിയോയിലെ 13ാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആദർശങ്ങൾ ആമുഖത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഏത് വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ്? ഉത്തരം ഫ്രഞ്ച് വിപ്ലവം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഈ 3 ആദർശങ്ങൾ നമ്മുടെ ആമുഖത്തിലുണ്ട്. ഇത് സ്വീകരിച്ചിരിക്കുന്നത് ഒരു വിപ്ലവത്തിൽ നിന്ന്, അതായത് ഒരു വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ്. ആ വിപ്ലവത്തിൻ്റെ പേരാണ് ഫ്രഞ്ച് വിപ്ലവം. 14ാമത്തെ ചോദ്യം. ഭരണഘടന കരട് രൂപീകരണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? അതായത് ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആര്? മറ്റാരുമല്ല, നമ്മുടെ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കർ ആണ് ഭരണഘടന കരട് രൂപീകരണ സമിതി, അതായത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്ട്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. ഈ PDF ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് പഠിക്കാൻ സാധിക്കും. അപ്പോൾ PDF വേണ്ടവർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്.
വീഡിയോയിലെ 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത് എന്നാണ്? ആദ്യം നിങ്ങൾ പഠിച്ചിരിക്കുക, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ചോദ്യമാണ്. എന്നാൽ അദ്ദേഹത്തെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് എപ്പോഴാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 1946 ഡിസംബർ 11. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് എപ്പോഴാണ്? ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതിൻ്റെ വിജയിയെ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കാൻ സാധിച്ചില്ല എങ്കിൽ, അതായത് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് ഇതാണ് നമ്മുടെ അവസാനത്തെ വീഡിയോ എങ്കിൽ, കമൻറ്റ് ബോക്സിൽ വിന്നറെ നമ്മൾ പിൻ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും, ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോണസ് ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ച് ആരും പഠിക്കാതിരിക്കരുത്. നിങ്ങൾക്ക് അഥവാ ഉത്തരം അറിയില്ല എങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഉത്തരം ഉണ്ടായിരിക്കുന്നതാണ്. ശരിയായ ഉത്തരം ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, മറക്കരുത്. അപ്പോൾ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട നമ്മുടെ 4ാമത്തെ വീഡിയോയും അവസാനത്തെ വീഡിയോയും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ 4 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഓരോന്നിലും 15 ചോദ്യങ്ങൾ വീതമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എല്ലാം വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സെലക്ട് ചെയ്യപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുക. ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ജനറൽ ആയിട്ടുള്ള ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചുവെന്ന് ഉറപ്പുവരുത്തുക. ഇതെല്ലാം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ക്വിസ് മത്സരത്തിൽ നല്ലൊരു മാർക്ക് നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.